ഹലോ ഫുഡീസ്, വെൽക്കം ടു ദ ഷെയ്ഡ്സ് ഓഫ് സ്പൈസസ്. ഇന്ന് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഹൈ പ്രോട്ടീൻ ഫ്രൈഡ് റൈസ് ആണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബ്രസ്റ്റ് പീസ് എടുത്തിട്ടുണ്ട് ചിക്കൻ്റെ. അത് എത്രയെന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കുക. അതിലേക്ക് ഉപ്പും കുരുമുളകും പിന്നെ കുറച്ച് മഞ്ഞളും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ മഞ്ഞൾ ആവശ്യമില്ലെങ്കിൽ ഇടണ്ട, ഉപ്പും കുരുമുളകും മാത്രം ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി ഒരു പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ സൺഫ്ലവർ, എന്തായാലും നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ ചിക്കൻ ഒന്ന് നല്ലോണം ഒന്ന് പൊരിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ് തിരിച്ചു മറിച്ച് ഇട്ടാൽ മാത്രം മതി കേട്ടോ. ചിക്കൻ നല്ലോണം ഒന്ന് മുരിച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. കാരണം സാധാരണ ഫ്രൈഡ് റൈസിലൊക്കെ കാണുന്ന പോലെ നല്ലൊരു കുറച്ച് സോഫ്റ്റായിട്ട് കിട്ടണമെങ്കിൽ പിന്നെ ബ്രസ്റ്റ് പീസുമാണ്, അപ്പോൾ വേഗം തന്നെ നല്ലോണം ഒന്ന് കുക്കായി കിട്ടും. അപ്പോൾ ഒരു 2-3 മിനിറ്റ്സ് തിരിച്ചും മറിച്ച് വിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിൽ ഞാൻ ചോറ് കുറച്ചാണ് ഇടുന്നത്, അതാണ് ഞാൻ ഹൈ പ്രോട്ടീൻ ഫ്രൈഡ് റൈസ് എന്ന് പറയുന്നത്. അധികം വെജീസും ചിക്കനുമാണ് കഴിക്കുന്നത്, പ്രോട്ടീൻസ് മാത്രം. പിന്നെ 2 ആൾക്കുള്ള അളവിൽ ചോറ് നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ 1 ആൾക്കുള്ള അളവ് ചോറ് വന്നിട്ട് മിക്സ് ചെയ്യും. ഓക്കെ, ഇനി ഇതാ ചിക്കൻ നല്ലോണം തിരിച്ചും മറിച്ച് ഇട്ടിട്ടുണ്ട്. ഇതേപോലെ തന്നെ സാധാ ഫ്രൈഡ് റൈസ്, നമ്മുടെ ഒറിജിനൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ കിട്ടുന്ന ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ഞാൻ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതേപോലെ തന്നെ ഐക്കാർഡിലും കൊടുക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ചിക്കൻ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കിയത്. അപ്പം അതിൽ സാധാ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ ചൈനീസ് ഫ്രൈഡ് റൈസ് പോലെ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബാക്ക് ടു റെസിപ്പി. അപ്പോൾ ചിക്കൻ 2-3 മിനിറ്റ്സ് തിരിച്ചും മറിച്ചോട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുകയാണ്. അതേ പാനിലേക്ക് തന്നെ നമുക്കിവിടെ 2 മുട്ട ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ട് 2 അല്ലെങ്കിൽ 3 മുട്ട വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് നമ്മൾ ഇറ്റാലിയൻ സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനതിൽ കുറച്ചൊന്ന് ഒറിഗാനോ കുറച്ച് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് സോട്ട് ചെയ്തിട്ട് സ്ക്രാമ്പിൾ ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ വെക്കുക, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വരുന്ന ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ക്യാരറ്റ്, ബീൻസ്, പിന്നെ ഗ്രീൻ പീസ് ഞാൻ ഫ്രോസൺ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കോണും. ഇതൊക്കെ ഞാനൊന്ന് ബോയിൽ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ, ആവിക്ക് വെച്ച് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ സ്റ്റീം ചെയ്തെടുക്കാം. അത് ഞാൻ പ്രിഫർ ചെയ്യുന്നത് റോ ആയിട്ട് തന്നെ എടുക്കാനാണ് കേട്ടോ. കാരണം ഇത് മോള് അധികം ഇങ്ങനെ പച്ചയ്ക്ക് ഇങ്ങനെ കടിക്കുമ്പോൾ മോള് കഴിക്കില്ല. അപ്പം ഞാനത് സ്റ്റീം ചെയ്തിട്ടാണ് ഞാൻ ആഡ് ചെയ്യുന്നത് ഈ പ്രാവശ്യം. അപ്പം ഇനി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് റോ ആയിട്ട് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ റോ ആയിട്ട് തന്നെ എടുക്കാം. ഓക്കെ, ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണിൽ നല്ലോണം മിക്സ് ചെയ്ത് ഗാർലിക് ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് 1 മിനിറ്റ് ഒന്ന് സോട്ടിന് ശേഷം നമ്മൾ ഈ കുക്ക് ചെയ്ത് വെച്ച് പച്ചക്കറികൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പച്ചക്കറി ഏതാ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇത്ര മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം ഇത് ഓൾറെഡി എല്ലാം കുക്ക് ചെയ്ത് വന്ന സാധനങ്ങളാണ്. അപ്പം 1 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അതിൻ്റെ അകത്തുള്ള വെള്ളം മാത്രം ഒന്ന് പോകുന്ന രീതിയിൽ മാത്രം ഒന്ന് സോട്ടേ ചെയ്യാം. ഇനി ഇതാ ഞാൻ ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുക്ക് ചെയ്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ചിക്കനിൽ കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് വറ്റി വരുന്നവരെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം വെള്ളം ഒട്ടും പാടില്ല. നമ്മളിതൊക്കെ കുക്ക് ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ അതിൻ്റെ ആവിയിലുള്ള വെള്ളമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് വറ്റി വരുന്നവരെ നല്ലോണം ഒന്ന് സോട്ടേ ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ചോറ് ബസ്മതി റൈസ് വെള്ളത്തിലാണ് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഉപ്പിട്ടിട്ട് കുറച്ച് ഓയിലും കൂടി ഇടണം ബോയിൽ ചെയ്യുമ്പോൾ. ഓക്കെ, എന്നിട്ട് നല്ലോണം ഒന്ന് ഡ്രെയിൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നല്ലോണം കുക്ക് ആകാൻ പാടില്ല, കുറച്ച് രീതിയിൽ കുക്കായിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ വെന്തൊടിഞ്ഞാൻ പാടില്ല കേട്ടോ. എന്നിട്ട് ഇതാ 2 ആൾക്കുള്ള അളവിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ 1 ആൾക്ക് വേണ്ട ചോറ് മാത്രമേ ആഡ് ചെയ്തോളൂ. അപ്പോൾ കാർബ്സ് ഇത്രയും കുറച്ചിട്ടാണ് ഞാൻ ഇപ്രാവശ്യം ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് ഉപ്പ് നോക്കുക, ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് വിനീഗറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ വിനീഗർ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ സോയ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ എന്താ വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സോസ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വിനീഗർ മാത്രം 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സോയ സോസൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഓയിസ്റ്റർ സോസ് ഉണ്ടെങ്കിൽ ബെസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഇത് ലാസ്റ്റ് ഞാൻ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ച മുട്ടയും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, ഹൈ പ്രോട്ടീൻ ഫ്രൈഡ് റൈസ് റെഡിയായി. ഓക്കെ, വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ വിസിറ്റ് ചെയ്യാൻ മറക്കരുത്. കുറേ അടിപൊളി വെറൈറ്റി റെസിപ്പീസൊക്കെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് അടുത്ത അടിപൊളി വെറൈറ്റി റെസിപ്പി ആയിട്ട് വരാനുള്ള എൻ്റെ മോട്ടിവേഷൻ. ലാസ്റ്റായിട്ട് കുറച്ച് ഇറ്റാലിയൻ സ്പൈസസ് ആഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിന് വേണമെങ്കിൽ സ്പ്രിംഗ് ഓണിയൻ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. എൻ്റെ അടുത്ത് അവൈലബിൾ അല്ലായിരുന്നു, അതുകൊണ്ടാണ് ആഡ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ സ്പ്രിംഗ് ഓണിയൻ കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹൈ പ്രോട്ടീൻ ഫ്രൈഡ് റൈസ്. ഇനി ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം.
എല്ലാവരും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ട്രൈ ഔട്ട് ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ, അടുത്ത അടിപൊളി വെറൈറ്റി റെസിപ്പി ആയിട്ട് കാണാം. ഓക്കെ, ബൈ. കുക്ക് വിത്ത് ലവ്.